മൂകാംബികയിൽ നിന്നും നേരെ ഗോകർണത്തേക്കുള്ള യാത്രയിലാണ്. ഉത്തര കന്നഡ ജില്ലയിലെ ഗോകർണത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാബലേശ്വര ക്ഷേത്രം എന്നാണ് ഈ ഒരു അമ്പലത്തിന്റെ പേര്. ഇവിടുത്തെ പ്രതിഷ്ഠ പ്രാണലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആത്മലിംഗം ആണെന്നും വിശ്വസിക്കുന്നു. രാവണനാൽ പൂജിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുള്ള ഈ ക്ഷേത്രത്തിൽ ഭക്തർ അറബിക്കടലിൽ കുളിച്ചതിനു ശേഷമാണ് ദർശനത്തിന് പോകുന്നത്. ഹിന്ദുമത പ്രകാരം കർണാടകത്തിലെ 7 മുക്തിസ്ഥലങ്ങളിൽ ഒന്നാണ് ഗോകർണം. മറ്റു സ്ഥലങ്ങൾ ഉടുപ്പി, കൊല്ലൂർ, സുബ്രഹ്മണ്യ, കുംഭസി, കോടേശ്വര, ശങ്കരനാരായണ ആണ്. ക്ഷേത്രം കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ കർവാർ എന്ന നഗരത്തിനടുത്ത് അറബിക്കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി മുതൽ മുംബൈ വരെയുള്ള ദേശീയപാത 66 ക്ഷേത്രത്തിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. വിഷ്ണുവസ്തിന്റെയും കൈകസിയുടെയും പുത്രന്മാരായ രാവണനും കുംഭകർണനും വിഭീഷണനും തങ്ങളുടെ വരബലത്തിനായി ബ്രഹ്മാവിന് തപസ് ചെയ്തത് ഇവിടെ ഗോകർണത്ത് വെച്ചാണ്. ശിവഭക്തയായിരുന്ന കൈകസി വെച്ച് പൂജിച്ചിരുന്ന ശിവലിംഗം അസൂയാലുവായ ദേവേന്ദ്രൻ കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഇതറിഞ്ഞ് വിഷമിച്ച കൈകസിക്ക് മകൻ രാവണൻ കൈലാസത്തിൽ പോയി പരമശിവനെ തപസ് ചെയ്തു. തന്റെ ഓരോ തലയും ഈ 2 കൈകളും അഗ്നിയിൽ ഹോമിച്ച് 10ാമത്തെ തലയും വാളിനാൽ അഗ്നിയിൽ ഹോമിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടത്. രാവണൻ തന്റെ അമ്മയ്ക്ക് വെച്ച് പൂജിക്കാൻ ഒരു ശിവലിംഗവും തനിക്ക് ഉമാദേവിയെക്കാളും സുന്ദരിയായ ഒരു പത്നിയും ആണ് ആവശ്യപ്പെട്ടത്. ഭക്തന്റെ പൂജയിൽ പ്രീതിതനായ ഭഗവാൻ രാവണന് തന്റെ ഹൃദയത്തിൽ നിന്നും ആത്മലിംഗം സമ്മാനിക്കുകയും ഉമയെക്കാളും സുന്ദരി ലോകത്തിൽ ഇല്ലാത്തതിനാൽ ഉമയെ തന്നെ രാവണന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ദേവിയെയും ആത്മലിംഗത്തെയും ഭൂമിയിൽ വെക്കരുത് എന്ന് കൂട്ടത്തിൽ ഉപദേശിക്കുകയും ചെയ്തു. രാവണൻ ആത്മലിംഗത്തെ തലയിലും ദേവിയെ തോളിലുമായി ലങ്കയിലേക്ക് തിരിച്ചു. ഭഗവാന്റെ ആവശ്യപ്രകാരം മഹാവിഷ്ണു ഗോകർണത്ത് വെച്ച് ബ്രാഹ്മണ രൂപത്തിൽ രാവണനെ കാണുകയും തോളിൽ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നത് അന്വേഷിച്ച് അറിയുകയും ചെയ്തു. രാവണൻ കഥകൾ പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ ചിരിക്കാൻ തുടങ്ങി. ഇതാണോ സുന്ദരി എന്ന് ചോദിച്ചു. രാവണൻ നോക്കുമ്പോൾ കരിനീല നിറത്തിൽ ഒരു ഭീകര രൂപമുള്ള സ്ത്രീയെയാണ് ഉമാദേവിയായി കണ്ടത്. ദേവിയെ അവിടെ ഉപേക്ഷിച്ച് ആത്മലിംഗവുമായി മുന്നോട്ട് പോകുമ്പോൾ ദേവേന്ദ്ര ഉപദേശത്താൽ ഗണപതി ബ്രാഹ്മണ രൂപത്തിൽ ഗോക്കളി മേയിച്ചുകൊണ്ട് എതിരെ വന്നു. സന്ധ്യാസമയമായതിനാൽ രാവണൻ ഗണപതിയുടെ കയ്യിൽ ആത്മലിംഗം നൽകി കടലിൽ ദേഹശുദ്ധി വരുത്താൻ പോയി. ഗണപതി ഈ ആത്മലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും പെട്ടെന്ന് അവിടെ നിന്നും ഗോക്കളുമായി മറയുകയും ചെയ്തു. തിരിച്ചു വരുമ്പോൾ അവസാനത്തെ പശു മറയുന്നത് കണ്ട് അതിന്റെ ചെവിയിൽ പിടിച്ചു വലിക്കുകയും ഒരു ചെവി മുറിഞ്ഞു പോവുകയും ചെയ്തു. പ്രതിഷ്ഠിച്ച ആത്മലിംഗം ഇളക്കിയെടുക്കാൻ മഹാബലവാനായ രാവണന് സാധിച്ചില്ല. രാവണനിലും മഹാബലവാനാണിതെന്ന് മനസ്സിലാക്കി മഹാബലേശ്വരൻ എന്ന് നാമകരണം നടത്തി രാവണൻ ലങ്കയിലേക്ക് തിരിച്ചുപോയി. രാവണൻ ഗോകർണത്ത് ഉപേക്ഷിച്ച ഉമാദേവി ഭദ്രകാളിയായും പശുവിന്റെ ചെവി ഗോകർണമായും ആത്മലിംഗം മഹാബലേശ്വരനായും അറിയപ്പെട്ടു. മുരുടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ അമർത്യത തേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ആഗ്രഹിച്ചു. ദേവഗണങ്ങൾക്ക് ഇത് സാധ്യമായത് ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. തീവ്രമായ പ്രാർത്ഥനകളുടെയും പൂജകളുടെയും പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു. അപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി നൽകിയപ്പോൾ അത് ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് വരെ മറ്റൊരിടത്തും നിലത്ത് വെക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി നൽകി. ഈ സംഭവം അറിഞ്ഞ നാരദമുനി ആ വിഷ്ണുവിന്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. മുരുടേശ്വർ ക്ഷേത്രം ആദ്യം കാണുന്നവർ അത്ഭുത പരിവേഷരാകും. ലോകത്തിലെ ശിവന്റെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പ്രതിമയാണ് മുരുടേശ്വർ ക്ഷേത്രത്തിലുള്ളത്. ഉത്തര കന്നഡ ജില്ലയുടെ ഭട്കൽ താലൂക്കിലാണ് മുരുടേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പേരിന്റെ ഉത്ഭവത്തിനും കാരണം. കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നവർ മുരുടേശ്വർ കാണാതെ പോകുന്നത് നഷ്ടമായിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് വെറും ഒരു അരയ ഗ്രാമം മാത്രമായിരുന്നു മുരുടേശ്വർ. R.N. ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് മുരുടേശ്വർ ക്ഷേത്രം ഉയർന്നു പൊങ്ങുന്നത്. അറബിക്കടലിന്റെ തീരത്ത് കടലിന് മുകളിലായി തന്നെ ഇത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ചത് ഈ നാടിന്റെ തന്നെ തലവര മാറ്റുകയായിരുന്നു. ക്ഷേത്ര ഗോപുരവും ക്ഷേത്രങ്ങൾക്കുമൊപ്പം ലോകത്തെ ഞെട്ടിച്ച്
ശിവപ്രതിമയുണ്ടാക്കിയപ്പോൾ ഉണ്ടായത് സഞ്ചാരികളെ ആകർഷിപ്പിച്ച ഒരിടമാണ്. ഇതോടെ ഇവിടെ തന്നെ അരയന്മാരുടെ ജോലിയും ജീവിത നിലവാരവും മാറിമറിഞ്ഞു. മുരുടേശ്വരനാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ മുന്നിലായി കോൺക്രീറ്റുകൾ തീർത്ത് 2 ഗജവീരന്മാരുണ്ട്. അവിടെ നിന്നും കടക്കുന്നത് വലിയൊരു ഗോപുരത്തിലേക്കാണ്, രാജഗോപുരം. ഈ പടകൂറ്റൻ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പോകാം. കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ പടി കടന്നെത്താം. മുഖ്യപ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റും നിറയെ ഉപദൈവങ്ങളുമുണ്ട്. ശ്രീകോവിലിന് മുന്നിലായി നന്ദി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. തമിഴ് ശില്പികളുടെ കൈപുണ്യമേറ്റ ക്ഷേത്രത്തിന് മുന്നിലെ രാജഗോപുരത്തിന് മുകളിൽ കയറാൻ അനുമതിയുണ്ട്. ഒരാൾക്ക് 10 കൂപ്പ ടിക്കറ്റ് എടുത്ത് ഗോപുരത്തിന്റെ ലിഫ്റ്റിനുള്ളിൽ പ്രവേശിക്കാം. 20 നിലകളുള്ള രാജഗോപുരത്തിന് 237 അടിയിൽ കൂടുതൽ ഉയരമാണുള്ളത്. ഗോപുരത്തിന്റെ മുകളിൽ എത്തിയാൽ അറബിക്കടലിന്റെയും ശിവപ്രതിമയുടെയും ഏരിയൽ വ്യൂ കാണാം. ഗോപുരത്തിനരികിലൂടെയുള്ള പടവുകൾ കയറി ശിവപ്രതിമയുടെ അടുത്തേക്ക് ചെല്ലാം. കാശിനാഥ് എന്ന ശില്പിയാണ് ഈ ശിവപ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ശിവന്റെ ഗംഭീര ശില്പത്തിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടാകും. ഈ കൂറ്റൻ ശില്പത്തിനുള്ളിൽ പുരാണ കഥകൾ പറയുന്ന 2 മ്യൂസിയമുകളാണ്. ശില്പത്തിന് ചുറ്റും വലം വയ്ക്കുമ്പോൾ പിന്നിലായി അറബിക്കടലിന് കൂടുതൽ അടുത്തായി കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ അറബിക്കടലിനുള്ളിലാണ് നിൽക്കുന്നതെന്ന് തോന്നുകയില്ല. ഇവിടെ സ്വർണം പൂശിയ നിരവധി ചെറു ശില്പങ്ങൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. മൂകാംബികയിൽ നിന്നും 60 കിലോമീറ്ററുകൾക്കും അപ്പുറമാണ് മുരുടേശ്വർ. മൂകാംബികയിൽ വരുന്നവർ മുരുടേശ്വരം സന്ദർശിക്കാൻ ശ്രമിക്കൂ.